die. Welcome to my dark side. Take a step into the heaven. Look around the scene, even I have a bit. I'm walking along the tank and losing my mind. I'm bracing the madness. My devils, they whisper in my ear. Definitely on my fears. I'm living in a nightmare. കിരീടം ഒരിക്കലും അവൻ്റെ കയ്യിൽ കിട്ടില്ല. അതിന് തടയിടാനുള്ള എൻ്റെ കയ്യിലുള്ള വജ്രായുധമാണ് ജിയ. ആദത്തിന്റെ വാക്കുകൾ കേട്ട ആര്യൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ബട്ട് സാർ, അതിനൊക്കെ സമയം എടുക്കില്ലേ സാർ? എങ്ങനെയായാലും ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് 10 മാസം വേണ്ടി വരും. അതിനുള്ളിൽ അവരെന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാൽ നമ്മൾ തോറ്റുപോകുമോ എന്ന് എൻ്റെ ഒരു സംശയം. ആര്യന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ജെയിംസും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ആദം സാർ, ആര്യൻ സാർ പറയുന്നതിലും കാര്യമുണ്ട്. ചില മെസ്സേജസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആദം സാർ നൽകിയ സ്റ്റേ ഓർഡറിന് മുകളിൽ അപ്പീലിന് പോകുന്ന കാര്യത്തെ പറ്റിയാണ്. ആദം സാറിന് അനന്തരാവകാശികൾ ഇല്ലാത്ത പക്ഷം ജോൺ സാമുവൽ സാർ പരിപാലിച്ചു വരുന്ന നിലവറയുടെ താക്കോലും അധികാരവും ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലിസ ജോൺ സാമുവലിൻ്റെ കൈകളിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങളാണ് ആ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ആ മെസ്സേജസ് വഴി മനസ്സിലാക്കാൻ സാധിച്ചു. ജേക്കബിന്റെ വാക്കുകൾ കേട്ട ആദത്തിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കണ്ണിലേക്ക് ചുവപ്പ് രാശി പടരുന്നത് ആര്യൻ ഒരു ഭയത്തോടു കൂടി നോക്കി നിന്നു. തന്റെ ദേഷ്യത്തെ കൈമുഷ്ടിയിൽ ചുരുട്ടിക്കൊണ്ട് കൈകൾ രണ്ടും പാന്റിന്റെ പോക്കറ്റിലേക്കിട്ട് അവൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, വിരാജിന്റെ ഒരു കളികളും ഈ ആദം ജോൺ സാമുവലിന്റെ മുന്നിൽ നടക്കില്ല, നടത്തി കൊടുക്കില്ല ഞാൻ. പിന്നീട് ആര്യൻ കാണുന്നത് അതീവ ദേഷ്യത്തോടു കൂടി പിന്തിരിഞ്ഞു പോകുന്ന ആദത്തിനെയായിരുന്നു. ഒരു നെടുവീർപ്പിട്ടതിന് ശേഷം കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ആര്യൻ മനസ്സിൽ പറഞ്ഞു, ഈ 2 ദുഷ്ടന്മാർക്ക് ഇടയിൽ പെട്ടുപോകുന്നത് ആ പാവം കൊച്ചാണല്ലോ എൻ്റെ കർത്താവേ. ആദം അതീവ ദേഷ്യത്തോടു കൂടി കയറി ചെന്നത് അവന്റെ മുറിയിലേക്ക് തന്നെയായിരുന്നു. ശക്തിയോടെ വാതിൽ മലർക്കെ തുറന്നകത്തേക്ക് ചെല്ലുന്ന ആദം കാണുന്ന കാഴ്ച കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്ന ജിയയാണ്. അവൻ അതീവ ദേഷ്യത്തോടു കൂടി കട്ടിലിനരികിലേക്ക് ചെന്നതും ടേബിളിന് ഭാഗത്തായി വെച്ചിരിക്കുന്ന ജേക്കിലെ വെള്ളം എടുത്ത് ആ ദേഷ്യത്തോടു കൂടി തന്നെ അവളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. ഒരു നിമിഷം ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് ചാടി എണീറ്റിരുന്നു. കണ്ണുകളിൽ ചുവപ്പ് രാശി പടർത്തി പല്ല് കടിച്ചമർത്തിക്കൊണ്ട് കാലിയായ ജേക്ക് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആദത്തിനെ കണ്ടതും ഭയത്താൽ അവൾ അറിയാതെ അവൾ വിറച്ചു തുടങ്ങി. തല മുതൽ മാറിടം വരെ നനഞ്ഞൊട്ടിയ രൂപത്തിൽ അവൾ ഭയത്തോടുകൂടി ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തേക്ക് നീങ്ങി തുടങ്ങി. ഹെഡ് റെസ്റ്റിൽ ഒടിച്ച് തന്റെ ദേഹം നിന്നതും അവൾ ഭയത്തോടുകൂടി പിന്നെ ആദത്തിന്റെ മുഖത്തോട്ട് ദയനീയതയോടുകൂടി നോക്കുന്നു. എന്റെ കാൽക്കുലേഷൻസ് തെറ്റിക്കാൻ ഇതുവരെ ആരും മുതിർന്നിട്ടില്ല. അപ്പോഴാ നിന്നെ പോലൊരു പീറപ്പെണ്ണ്. ശബ്ദം ശാന്തമായിരുന്നെങ്കിലും വാക്കുകളിലെ തീക്ഷ്ണത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ ഭയത്തോടുകൂടി തന്നെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അരുത്, ഞാൻ അത് അറിഞ്ഞോട്ടല്ല, അത് അങ്ങനെയൊക്കെ വരും. ജിയയെ പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ അവളുടെ കൈമുട്ടിയിൽ പിടിച്ച് അവനിലേക്ക് അവൻ ചേർത്തു നിർത്തി. പീരിയഡ്സ് ആണ് എന്ത് ഡാഷാണെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയേ തീരൂ, അതും നിന്നിൽ നിന്ന് തന്നെ. ആർത്തവ സമയത്ത് വരുന്ന വേദനയും അവന്റെ വാക്കുകളും അവളെ വല്ലാതെ ഉലച്ചു. അവനരികിൽ നിൽക്കുന്നത് പന്തിയില്ലെന്ന് മനസ്സിലാക്കിയ ജിയ പെട്ടെന്ന് തന്നെ അവന്റെ കൈകൾ തട്ടിമാറ്റി പുറത്തേക്ക് ഓടുവാൻ ശ്രമിച്ചു. അവളുടെ ആ പരിശ്രമത്തെ വിഫലമാക്കും വിധം അവൻ പൊടുന്നനെ തന്നെ അവളുടെ അരയ്ക്ക് ചുറ്റി പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി രൂക്ഷമായി തന്നെ ജിയയെ നോക്കുന്നു. I told you 1,000 times you can't escape from me. ഗർജിക്കും വിധമുള്ള അവന്റെ ശബ്ദം അവളുടെ കർണപടങ്ങളിലേക്ക് തുളച്ചു കയറിയതും ഭയത്തോടുകൂടി ജിയ കണ്ണുകൾ ഇറുകെ അടച്ച് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു നിമിഷം പോലും വൈകാതെയാണ് അത് സംഭവിച്ചത്. അവൻ അടുത്ത് കണ്ട ഭിത്തിയിലേക്ക് അവളെ ചേർത്ത് നിർത്തി. ഒട്ടും സമയം കളയാതെ തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി. വന്യമായ രീതിയിൽ തടയാൻ അവളെ കൊണ്ടാകും വിധം പരിശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. അവന്റെ ബലത്തിനു മുന്നിൽ അവളുടെ കൈകൾക്ക് പിടിച്ചു നിൽക്കാനാവാതെയായി. ജിയയുടെ ഇരുകരങ്ങളും അവളുടെ തലയ്ക്ക് മുകളിലായി അവൻ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഒരു കൈ കൊണ്ട് പിടിച്ചു വെച്ചു. മറ്റൊരു കൈ
അവളുടെ അരക്കെട്ടിൽ അവൻ മുറുക്കിക്കൊണ്ട് ആ ചുണ്ടുകളെ കവർന്നുകൊണ്ടേയിരുന്നു. ആദത്തിന്റെ ദേഷ്യം ജിയയ്ക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള വന്യമായൊരു ചുംബനം തന്നെയായിരുന്നു അത്. അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടുകളിലും നാവിലും മുറിവുകൾ സൃഷ്ടിച്ചു. ചോരയുടെ സ്വാദ് അവൻ്റെ നാവിലറിഞ്ഞതിന് ശേഷം മെല്ലെ അവൻ ശാന്തനായി തുടങ്ങി. ദേഷ്യത്തിന് അല്പം ശമനം വന്ന ആദം അവളുടെ അരക്കെട്ടിൽ മുറുക്കിയിരുന്ന അവൻ്റെ കൈകൾ മെല്ലെ ടോപ്പിനുള്ളിലൂടെ അവളുടെ മാറിടങ്ങളെ ഞെരിച്ചുടയ്ക്കുവാൻ തുടങ്ങി. വേദനയാൽ കണ്ണുകൾ ഇറുകെ അടച്ചിരുന്ന ജിയ ആ ഒരു പ്രവൃത്തി കൊണ്ട് കണ്ണുകൾ പെട്ടെന്ന് തന്നെ വലിച്ചു തുറന്നു. ആദത്തിന്റെ കൈ ടോപ്പിനിടയിലൂടെ ഇന്നറിനെയും പേരിച്ച് നഗ്നമായ ജിയയുടെ മാറിടത്തിൽ അമരുവാൻ തുടങ്ങവേ അവൾ എവിടുന്നോ വന്ന ഒരു ഉൾപ്രേരണയിൽ അവനെ തള്ളി മാറ്റുവാൻ ശ്രമിച്ചു. അവളുടെ കൈകളെ പിടിച്ചു വെച്ചിരുന്ന അവന്റെ കൈകൾ അയഞ്ഞതും പെട്ടെന്ന് തന്നെ ജിയ അവനെ തള്ളിമാറ്റി. ഊർക്കാപ്പുറത്തുള്ള ജിയയുടെ ആ പ്രവൃത്തിയിൽ ആദം അറിയാതെ 2 അടി പിന്നിലേക്ക് വേച്ചുപോയി. അവളുടെ ആ ചെയ്തി ആദത്തിന്റെ ക്രോധത്തിനെ ആളിക്കത്തിക്കുന്നതിന് തുല്യമായിരുന്നു. അവൻ അതീവ ദേഷ്യത്തോടുകൂടി അവളിലേക്ക് വീണ്ടും എടുത്തു. How dare you? വീണ്ടും അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി വന്യമായ രീതിയിൽ അവളുടെ ചുണ്ടുകളെ കടിച്ചു വലിച്ചു. വേദനയുടെ ഉച്ചസ്ഥായിലെത്തിയ ജിയ അലറി വിളിക്കുവാൻ തുടങ്ങി. പക്ഷേ എന്തു ചെയ്യാം, ആദത്തിന്റെ മുറി സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊരു തുള്ളി ശബ്ദം പോലും ചെന്നതുമില്ല. ജിയയുടെ നിലവിളി ആരും കേട്ടതുമില്ല. അസഹനീയമായ വേദനയിൽ അവൾ തിരിച്ചറിഞ്ഞു, ബലത്താൽ തനിക്കൊരിക്കലും അവനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന സത്യം. മെല്ലെ ജിയയുടെ മനസ്സ് അവളോട് മന്ത്രിച്ചു. ഇനി ഇവിടെ ബുദ്ധി പ്രയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ശക്തിയാൽ ഇയാളെ തോൽപ്പിക്കാനാവില്ല. ജിയ, നീ കളം മാറ്റി പിടിക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് അവളുടെ നാവിനെയും ചുണ്ടിനെയും നുണയുന്ന ആദത്തിനെ ഒരു നിമിഷം കണ്ണു തുറന്നു നോക്കിയതിനു ശേഷം പൊടുന്നനെ തന്നെ അവൾ അവനെ തിരിച്ചു ചുംബിക്കുവാൻ തുടങ്ങി. അവളുടെ ആ പ്രവൃത്തി അവനിൽ ഒരു ഞെട്ടൽ തന്നെ ഉളവാക്കി. പെട്ടെന്ന് തന്നെ ആദം അവൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുണ്ടുകൾ വേർപെടുത്താതെ തന്നെ ജിയയുടെ ആ പ്രവൃത്തി അവൻ അത്ഭുതത്തോടു കൂടി നോക്കി. ആദത്തിൻ്റെ ചുണ്ടുകളെയും നാവിനെയും അവൾ മൃദുലമായി തന്നെ നുണഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഒരു നിമിഷം പകച്ചുപോയി. ചുണ്ടുകൾ വേർപെടുത്താതെ തന്നെ അവൻ കണ്ണുകൾ തുറന്ന് ജിയയെ നോക്കി. ഇറുകിയ കണ്ണുകൾ പൂട്ടി തന്നെ മൃദുലമായി ചുംബിക്കുന്നവളെ അവൻ അറിയാതെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. ചുംബനത്തിന്റെ മായാജാലകത്തിൽ അകപ്പെട്ട ആദത്തിന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. അവളിലെ പിടുത്തത്തിന്റെ മുറുക്കം അയഞ്ഞു വന്നതും അവൾ കണ്ണുകൾ എളുപ്പത്തിൽ തന്നെ വലിച്ചു തുറന്നു. ശേഷം അല്പം പോലും സമയം കളയാതെ അവന്റെ പിന്നിലായി തിരികെ വെച്ചിരിക്കുന്ന കണ്ണ് പെട്ടെന്ന് തന്നെ അവൾ കയ്യിൽ സ്വന്തമാക്കി. തന്റെ പാന്റിന്റെ പിൻഭാഗത്തായി തിരികെ വെച്ചിരുന്ന പിസ്റ്റൽ പെട്ടെന്ന് തന്നെ ആരോ വലിച്ചെടുക്കുന്നത് പോലെ ആദത്തിന് അനുഭവപ്പെട്ടു. കണ്ണുകൾ വലിച്ചു തുറക്കുന്നതിന് മുൻപ് തന്നെ പിന്നിലേക്ക് ആരോ തള്ളുന്നതായിട്ടും അവന് തോന്നി. പെട്ടെന്ന് നോക്കിയതും കണ്ണീരൊഴുക്കി തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പെണ്ണിനെ അവൻ കണ്ടു. അല്പസമയത്തെ പുച്ഛത്തിന് ശേഷം തലയൊന്ന് കുടഞ്ഞ് സ്വബോധത്തിൽ വന്നെന്ന പോലെ അവൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ നീങ്ങി. അടുത്തേക്ക് വരരുത്, സത്യമായിട്ടും ഞാൻ ഷൂട്ട് ചെയ്യും. എന്നെ തൊടാൻ പോലും ശ്രമിക്കരുത്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഭയത്തോടുകൂടി പിന്നിലേക്ക് മാറുന്നവളെ കണ്ടതും അവന് പുച്ഛമാണ് തോന്നിയത്. അവൻ മെല്ലെ ചുണ്ടുകൾ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ചുവടുകൾ ഓരോന്നായി മുന്നോട്ട് വെക്കുവാൻ ശ്രമിച്ചതും പെട്ടെന്ന് തന്നെ ജിയ തന്റെ കയ്യിലിരുന്ന ഗൺ ലോഡ് ചെയ്തു. ഓ വാവ്, എനിക്ക് ഗണ്ണ് ലോഡ് ചെയ്യാനൊക്കെ അറിയാലേ. അപ്പോൾ ഇതിനു മുമ്പും നീ ഗണ്ണ് യൂസ് ചെയ്ത് കാണണമല്ലോ. That's none of your business. എൻ്റെ അരികിലേക്ക് വരരുതെന്നാ പറഞ്ഞത്. എനിക്കിനിയും ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും തന്നെ ഷൂട്ട് ചെയ്യും. ദയവായിട്ട് അവിടെ നിൽക്ക്. ജിയ തന്നെ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ആദം മുന്നോട്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. അവളുടെ അരികിലേക്ക് എത്തിയതും ആദത്തിന് നേരെ തോക്ക് ചൂണ്ടി നിന്നിരുന്ന ജിയ കണ്ണുകൾ ഭയത്താൽ ഇറുകി അടച്ചു കരഞ്ഞുകൊണ്ടിരുന്നു.
അവളുടെ ഭയത്തിനാക്കം കൂട്ടും വിധം ആദം ചൂണ്ടി നിന്നിരുന്ന തോക്കിൽ കയറി പിടിച്ചതും ജിയ ഭയത്തോടു കൂടി അവൾ പോലും അറിയാതെ ട്രിഗറിൽ വിരലുകൾ അമർത്തി. ആദത്തിന്റെ ഷോൾഡറിലായി ബുള്ളറ്റ് പാഞ്ഞു കയറി. ഇതേ നിമിഷം ആദം മാൻഷനിലുണ്ടായിരുന്ന എല്ലാവരും ഈ ശബ്ദം കേട്ടൊന്ന് ഭയന്നു. ലിവിംഗ് റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആര്യൻ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും ചാടി എണീറ്റു. പെട്ടെന്നാണ് കിച്ചണിൽ നിന്നും ആലീസും കൂടെ ഉണ്ടായിരുന്നവരും ഓടി വന്ന് ആര്യന്റെ അടുത്ത് നിന്നത്. വെടിശബ്ദമല്ലേ കേട്ടത്? എവിടുന്ന? ജിയ എവിടെ ജയ? ആദത്തിന്റെ മുറിയിൽ നിന്നുമാണ് വെടിശബ്ദം വന്നതെന്ന് മനസ്സിലാക്കിയിരുന്ന ആര്യൻ ജിയെ അന്വേഷിക്കുന്ന ആലീസിനെ കണ്ടതും ഒരു നിമിഷം കണ്ണുകൾ തറച്ച് പകച്ചുപോയി. പിന്നീട് അല്പം പോലും സമയം കളയാതെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് അടുത്തു കണ്ട സോഫയിലേക്ക് ഇട്ടതിന് ശേഷം പടവുകൾ ചാടി കയറി ആദത്തിന്റെ റൂം ലക്ഷ്യമാക്കി ഓടി.